ഏതൊരു അന്വേഷണവും SITക്കോ CBIക്കോ കൈമാറാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ അങ്ങനെ കൈമാറുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാകണം. ഈ വിഷയത്തിൽ അത്തരം കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദാനി ഗ്രൂപ്പിനെതിരെ സെബി നടത്തുന്ന അന്വേഷണം മറ്റൊരു ഏജൻസിക്ക് കൈമാറണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത്. അന്വേഷണത്തിനായി സുപ്രീം കോടതി രൂപീകരിച്ച സമിതിയിലെ ചില അംഗങ്ങളുടെ വിശ്വാസ്യത സംബന്ധിച്ച ഹർജിക്കാർ ഉന്നയിച്ച വാദങ്ങളും സുപ്രീം കോടതി തള്ളി. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ 24 ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 22 അന്വേഷണം സെബി പൂർത്തിയാക്കിയതായി സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ശേഷിക്കുന്ന 2 ആരോപണങ്ങളെ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കാനാണ് 3 മാസത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണിയിലെ നിക്ഷേപകർക്കുണ്ടായ നഷ്ടം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോടും സെബിയോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഏതെങ്കിലും ചട്ടവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിനെതിരെ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിനും ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവ് തിരിച്ചടിയാണ്. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.